കലോത്സവ പവലിയൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുണ്ട്. തത്സമയം നടത്തുന്നതിന് വേണ്ടി ഭക്ഷണശാല റെഡിയാണ്. കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ വേദികളും തയ്യാറെടുപ്പാണ്. വളണ്ടിയേഴ്സ് റെഡിയാണ്, അക്കോമഡേഷൻ സെൻറ്റേഴ്സ് റെഡിയാണ്. ഏതാണ്ട് മഹാഭൂരിപക്ഷം കുട്ടികളും വന്നു കഴിഞ്ഞു. നമ്മുടെ അതുപോലെ തന്നെ ജഡ്ജസ് വന്നു കഴിഞ്ഞു. ഞാൻ അവസാനമായി എന്തെങ്കിലും കുറവുണ്ടാകുന്ന നോക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയാണ്. 10-നും 10:15 മുഖ്യമന്ത്രി എത്തിച്ചേരും. രാവിലെ 9 മണിക്ക് 9:30 മണിക്ക് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് തൃശ്ശൂർ വെച്ച് ഓൺലൈനിൽ. അത് കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി എത്തിച്ചേരും. എന്തെങ്കിലും ഒരു പ്രശ്നം ഇടയ്ക്ക് ഉണ്ടായാൽ ഇത്രയും ആൾക്കാരൊന്ന് കൂടുന്ന സ്ഥലമാണല്ലോ. ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമിനെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്കൂൾ കലാമേള എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ വേണ്ടി പോവുകയാണ്. ഉത്തരവാദിത്ത കലാമേള. ഓരോ വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ള വിവരം കൂടി പഠിക്കുകയാണ് ഈ കലാമേളയിലൂടെ. നമ്മൾ വെറും മെറിറ്റിൽ ഏറ്റവും ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നു, കലാമേളയിൽ നല്ല മാർക്ക് വാങ്ങുന്നു. അതിനപ്പുറം ഒരു വിദ്യാർത്ഥി ആവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളിൽ അവൻ ക്രമീകരണം നടത്തണം, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെല്ലാം വിഷയങ്ങളിൽ അവൻ പഠിച്ചിരിക്കണം, പൗരബോധമുള്ള ഒരു പൗരനായി വരാൻ വേണ്ടി എന്തൊക്കെ കാര്യത്തിൽ ഒരു മാനസികമായിട്ടുള്ള ക്രമീകരണം ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങൾ കൂടിയുള്ള സന്ദേശമാണ് ഈ 64ാമത് സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. മിനിസ്റ്റർ, അത് തൃശ്ശൂരിലാണ്, നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ്. അപ്പം അവിടെയാണ് ഇത്തവണത്തെ മേള എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതിനായി എന്തെങ്കിലും പ്രത്യേകമായി നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഈ ഹരിതചട്ടം പാലിച്ചുള്ള നമ്മളെല്ലാ മേളകളിലും കാണുന്നത് പോലെ ഇത്തവണയും അതൊക്കെ തന്നെ ഉണ്ടല്ലോ. ഹരിതചട്ടം 100% പാലിക്കുകയാണ് ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നമ്മൾ പറയുകയും ചില വയലേഷനൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 100% ഹരിതചട്ടം പാലിക്കുകയാണ്. അതെല്ലാം നമ്മുടെ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. കുട്ടികളാണല്ലോ ഇത് പറയേണ്ടത്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഇവിടെ പഴയ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറൊരു സാധനം മാറ്റി കൊടുക്കും, പഴയ ബാർട്ടർ സിസ്റ്റം പോലെ, ഗുഡ്സ് ഫോർ ഗുഡ്സ് അതെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികളിൽ പഴയ സാധനങ്ങൾ റോഡിൽ വലിച്ചെറിയാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത് കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളുടെ ഇടയിൽ അങ്ങനെ ഒരു പാഠം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായാൽ ഏറ്റവും നല്ല കാര്യമല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഒരു സന്ദേശമായി പോവുകയാണ്. മിനിസ്റ്റർ, നമ്മുടെ സ്റ്റാളിൻ്റെ പേര് സർവകലാപൂരം എന്നാണ്. അപ്പോൾ നമ്മുടെ പൂരനഗരയിൽ നമ്മുടെ ഇത്തവണത്തെ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് സർവകലാപൂരം എന്ന രീതിയിൽ തന്നെയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ കടന്നാലോ? നമുക്കിവിടെ ഒരു പതാകയുണ്ട്, നമ്മുടെ പതാക ഉയർത്തിക്കൊണ്ട് മിനിസ്റ്റർ നമുക്ക് ആദ്യം അതിൻ്റെ ഉദ്ഘാടനം നമുക്ക് കഴിയും. നമ്മുടെ പവലിയന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് മിനിസ്റ്റർ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൂടിയുണ്ട്, NS കമ്മീഷണർ അർജുൻ പണ്ഡിറ്റ് സർ ഉണ്ട്. വരും. മിനിസ്റ്ററെ, ഗുഡ് മോർണിംഗ്. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് നമുക്ക് പൊളിക്കണ്ട കലോത്സവമാണ്. ഞാൻ കാണുന്നുണ്ട് അങ്ങ് ഉദ്ഘാടനം. ഗുഡ് മോർണിംഗ്. എസ്കെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതാഭിലാഷവും സ്ലോഗനും ഈ കലോത്സവത്തിലെ മുഖ്യ സ്ലോഗനാണ് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. 2 കാര്യങ്ങൾ 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു നമ്മുടെ തെക്കങ്കാട് മൈതാനം ചുറ്റിയുള്ള ഒരു കൂട്ടം, അതിലൊരു പ്രതിജ്ഞയെടുക്കൽ എന്ന് മാത്രമല്ല, ഈ കലോത്സവത്തിൻ്റെ പേര് തന്നെ ഉത്തരവാദിത്വ കലോത്സവം എന്നുള്ള നിലയിലാണ്. ആ ഉത്തരവാദിത്വ കലോത്സവത്തിൽ ഫസ്റ്റ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഇവിടെ മത്സരിച്ച് സമ്മാനം വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, പരീക്ഷ എഴുതി 100% മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല ഒരു വിദ്യാർത്ഥി. അവൻ്റെ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. അത് ശ്രീകണ്ഠൻ നായർ കേരള സമൂഹത്തിന് നടത്തിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനുണ്ട്, നിങ്ങളുടെ ജാഥയുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പക്വതയോടുകൂടിയും പങ്കാളിത്തത്തോടുകൂടിയും നടത്തിയ ജാഥയുണ്ട്. അതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. അതിനെല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.
നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. എന്തായാലും മിനിസ്റ്റർ വളരെ സന്തോഷം. ഞാൻ അങ്ങേക്ക് യഥാർത്ഥം നമ്മൾ ഈ കേരളം മുഴുവൻ നടന്നിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചപ്പോൾ അതിൻ്റെ ഒരു കോപ്പി അങ്ങേക്ക് തന്നപ്പോൾ അങ്ങ് ഇത്രയും ഗൗരവത്തോടെ ആ റിപ്പോർട്ടിനെ എടുക്കുമെന്നും പ്രത്യേകിച്ച് സംസ്ഥാന കലാമേള പോലെയുള്ള ഒരു സ്ഥലത്ത് കുട്ടികളെ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആക്കാൻ വേണ്ടിയുള്ള നടപടി എടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങേക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. മാത്രമല്ല ഈ കലോത്സവം വലിയ ഒരു വിജയമാകും. അങ്ങയുടെ ഓഫീസ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി രാവിലെ 8 മണിക്ക് തന്നെ വന്ന് ഇന്നലെ വെളുപ്പാങ്കാലം 5 മണിക്കാണ് ഇവിടുന്ന് പോയത്. എന്നിട്ട് അങ്ങ് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 8 മണിക്ക് ഞാൻ ഇവിടെ വന്നു. വളരെ നന്നായി. മാത്രമല്ല അങ്ങയുടെ കലോത്സവ മേളയിലെ നടത്തിപ്പ് കാണാനായിട്ട് ഞാനും തൃശ്ശൂരിലേക്ക് വരികയാണ്. ഓക്കെ, ഞാനവിടെ കാണാം, നമുക്ക് അവിടെ സംസാരിക്കാം. സ്വാഗതം ചെയ്ത് അങ്ങ് കൂടി വരുമ്പോൾ മാത്രമേ നമുക്കൊരു എന്ത് പറയാൻ നമ്മൾ പൊളിക്കും. സജീവമാകും. മാത്രമല്ല ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയ മേള ഇത് തന്നെയാണല്ലോ. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ അഭിനന്ദനങ്ങളും ഉണ്ടാകട്ടെ. അങ്ങയുടെ ഈ ഒരുപക്ഷെ ഉറങ്ങാതെ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് രാവിലെ 8 മണിക്ക് വന്നതിന് എൻ്റെ പ്രത്യേക നന്ദി. പിന്നെ സ്വകാര്യമായിട്ട് നന്ദി ഞാൻ പ്രത്യേകിച്ച് തൃശ്ശൂർ വരുമ്പോൾ പറയും. താങ്ക് യു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് നമ്മുടെ പവലിയൻ ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല അദ്ദേഹം നമുക്ക് ഉള്ള ഏറ്റവും വലിയ സന്തോഷം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ലഹരി വിരുദ്ധത്തിന് ലഹരി മുക്തമായ ഒരു കേരളം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ യത്നങ്ങൾക്ക് ഒരുപാട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കുട്ടികളുടെ ഒരു 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 പ്രകടനം ഇന്നുണ്ടാകും. അതായത് ആയിരക്കണക്കിന് കുട്ടികൾ അണിനിരക്കുന്ന ഒരു 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 ബോധവൽക്കരണ പരിപാടി ഇന്ന് തൃശ്ശൂരിൽ നടക്കും. കുട്ടികളെ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുക. റെസ്പോൺസിബിൾ കലോത്സവം എന്നാണ് പേരിട്ടിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ലഹരിമുക്തമായ കേരളം, പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ വലിയൊരു അവബോധം ഉണ്ടാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രമം, അതിനെ ഒരു നിമിത്തമാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനമുണ്ട്. 24-ന് പ്രത്യേകിച്ച് അതിന് ആവേശവുമുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പായിട്ട് സഹകരിക്കും. ഇപ്പോൾ കലോത്സവ വേദിയിൽ നിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ തത്സമയമാണ് കണ്ടത്. ഇപ്പോൾ NSK ഉമേഷ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസാരിക്കുന്നു. ഇവിടെ തോറ്റാൽ അത് നോ കോംപ്രമൈസ് ആണ്. എന്തുകൊണ്ട് തോറ്റു? ഞാൻ ബെസ്റ്റ് ആയിട്ടല്ല ഉണ്ടായിരുന്നതിന് ചോദിക്കുന്ന ആ ഒരു ജനറേഷനെ കാണുമ്പോൾ അത് വളരെ പ്രൗഡാണ്. പക്ഷേ അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ കൂട്ടുന്നു. സോ അതിൻ്റെതായ ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഒരുപക്ഷെ ഏഷ്യയിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കലാമാമാങ്കമാണ്. അപ്പം പുറത്തുനിന്ന് വന്ന ഒരാൾ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ആൾ തന്നെയാണ്, പക്ഷേ എങ്കിൽ കൂടി മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് വന്ന ഒരാൾ എന്ന രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ഈ മേളയൊക്കെ നോക്കിക്കാണുന്നത്? അല്ലേ, ഇന്നലെ എൻ്റെ അച്ഛൻ ചോദിക്കുന്നു, ഒരു കലോത്സവത്തിന് ഇത്ര വർക്കുണ്ടോ എന്ന്. എൻ്റെ അച്ഛനക്കത് മനസ്സിലായിട്ടില്ല. ഞാനത് അച്ഛനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 5 ദിവസത്തിൽ ഒരു ദിവസം വന്ന് ഇത് കാണണം, കണ്ടാലേ ഇത് എന്താണെന്ന് മനസ്സിലാവും. ബിക്കോസ് തമിഴ്നാട്, ഐ എം ഫ്രം തമിഴ്നാട്. സോ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം ഈ ലെവലിൽ ഇത് 10% പോലും ഇല്ല. സോ അച്ഛൻ ചോദിച്ചു, ഒരു ഡാൻസ് പ്രോഗ്രാം, ഒരു കലോത്സവം, അതിൽ നീ എന്ത് പോയി ചെയ്യുന്നു? ഞാൻ മാത്രമോ? ഫുൾ സൊസൈറ്റി, ജനപ്രതിനിധികൾ, CM ഉദ്ഘാടനം ചെയ്യുന്നു, മിനിസ്റ്റേഴ്സ് ഉണ്ട്, സീനിയർ മോസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്, മൊത്തം സമൂഹം ഇറങ്ങിയിരിക്കുകയാണ്, മീഡിയ മൊത്തം ഉണ്ട്. അതൊരു കലോത്സവമല്ല, ഒരു വലിയ പൂരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ ഒരു കഴിഞ്ഞതിൽ എനിക്ക് അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാൻ അർജുൻ പണ്ഡിറ്റ് സാർ ഉണ്ട്. സാർ വെൽക്കം. ഒരു എന്താണ് പറയുക, ഒരു ബീങ് പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ, ഇത് നടത്തിപ്പ് എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. അപ്പം ഇവിടെ വരുമ്പോൾ, നമ്മുടെ ജില്ലയിൽ വരുമ്പോൾ, തൃശ്ശൂരിൽ വരുമ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരികയാണ്. ഒരു 15,000-ഓളം വിദ്യാർത്ഥികൾ മാത്രമുണ്ട്, അവരുടെ രക്ഷിതാക്കളുണ്ട്, അവരുടെ അധ്യാപകരുണ്ട്. അപ്പം ഒരു വലിയ ജനക്കൂട്ടം തൃശ്ശൂർ പ്രതി സമാനമായ രീതിയിൽ ഉണ്ടാകും അടുത്ത 5 ദിവസം എന്നുള്ളതാണ്. അപ്പം ഇത് മാനേജ് ചെയ്യാനുള്ളതൊരു വലിയ ടാസ്ക്കാണ്. അതെങ്ങനെയാണ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? നമ്മളിത് പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കാര്യമായാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പോൾ ജനപ്രതിനിധികളായാലും ഓഫീസേഴ്സ് ആയാലും മറ്റെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പൂരമായാലും പുലിക്കളിയായാലും എല്ലാം അങ്ങനത്തെ പ്രോഗ്രാംസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുപാട് മുന്നേ തന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പാണ് അത് ചെയ്യുന്നതെങ്കിൽ ജില്ലാ ഭരണകൂടം മറ്റെല്ലാ വകുപ്പുമായിട്ടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് എല്ലാ സ്ഥലത്തും പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടോ അങ്ങനത്തെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ഇമീഡിയറ്റ് ആയിട്ട് പരിഹരിക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ബാക്കി പോലീസിൻ്റെ ആയാലും കോർപ്പറേഷൻ്റെ ആയാലും ഹെൽത്തിൻ്റെ ആയാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോന്ന് നോക്കിയിട്ട് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കലോത്സവമായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും വരുന്ന കുട്ടികൾക്ക് നല്ലൊരു മെമ്മറീസ് സമ്മാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. തൃശ്ശൂരിൽ വരുന്ന ആരും എന്തെങ്കിലുമൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ തിരിച്ചു പോകണം. ആ രീതിക്ക് തന്നെയാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. കലോത്സവം ഇവിടെയാണെന്ന് അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് നമ്മളെല്ലാവരും ആകാംക്ഷയോട് നോക്കി കണ്ടുകൊണ്ടിരുന്നതാണ്. ആ ദിവസങ്ങളെത്തി. അപ്പോൾ അതെന്തായാലും നല്ല ഭംഗിയായിട്ട് നമ്മൾ നടത്തും എല്ലാവരും കൂടെ ചേർന്നിട്ട്.
സ്വാഭാവികമായിട്ടും ഇത്രമാത്രം കുട്ടികൾ വരുമ്പോൾ ഇപ്പോൾ ഈ വിധി നിർണ്ണയത്തിലൊക്കെ എല്ലാ വർഷവും കേൾക്കുന്നതാണ് പല പരാതികൾ. അപ്പം അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ മിനിസ്റ്ററിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിധി കർത്താക്കളാണെങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുമെന്ന് മിനിസ്റ്റർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ പരമാവധി ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ ബിക്കോസ് കുട്ടികൾ അതന്നെ പറഞ്ഞല്ലോ, നോ കോംപ്രമൈസ് അല്ലേ. സോ അതുകൊണ്ട് വളരെ സീക്രട്ടീവ് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ജഡ്ജസ് പ്രോസസ്സ് നടത്തിയിട്ടുള്ളത്. ഇതിൽ ആർക്കും ജഡ്ജസ് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നിങ്ങൾ ഉൾപ്പെടെ ആർക്കും അത് നമ്മൾ പബ്ലിസൈസ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് മിനിറ്റിൽ കറക്റ്റ് വരും. അത് നമ്മൾ 100% ഒരു പരാതിയും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാവണം എന്ന് 100% എഫർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം നമ്മൾ കാണുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമ്മൾ ഓണാണ്, മീഡിയ ഈ പറയുന്നത് പോലെ 24 റെഡിയാണ്. നമ്മുടെ സർവകലാപുരം എന്ന് പറയുന്ന ഇവിടെ ഒരുപാട് പ്രതിഭകൾ ഇനി വരും ദിവസങ്ങൾ വരാൻ പോവാണ്. ആൻഡ് രണ്ടുപേരെയും നമ്മൾ വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നു ഇവിടെ. വിവരങ്ങൾ നൽകിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NS ഉമേഷ് കൂടി സംസാരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.